കണ്ണൂർ VC നിയമനത്തിൽ സർക്കാരിന് ആശ്വാസം. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ വൈസ് ചാൻസലറാക്കിയ നിയമനം ഹൈക്കോടതി ശരിവെച്ചു. പുനർനിയമനത്തിനെതിരായ ഹർജി ഹൈക്കോടതി ഫയൽ സ്വീകരിക്കാതെ തള്ളി. ഹർജി നിയമപരമായി നിലനിൽക്കില്ല എന്ന് സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ചാൻസലർ കൂടിയായ ഗവർണറും തമ്മിൽ രൂക്ഷമായ ഭിന്നതകൾ നിലനിൽക്കുന്നതിനിടെയാണ് സർക്കാരിന് ആശ്വാസവിധി. കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത്, അക്കാദമിക് കൗൺസിൽ അംഗം ഷിനോ പി ജോസ് എന്നിവർ സമർപ്പിച്ച ഹർജിയാണ് ജസ്റ്റിസ് അമിത് റാവൽ ഫയലിൽ പോലും സ്വീകരിക്കാതെ തള്ളിയത്. പ്രായപരിധിയടക്കം ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ നിയമപരമായി നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഗവർണറുടെ അനുമതിയോടെയാണ് നിയമനമെന്ന് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നതായി കോടതി വ്യക്തമാക്കി. UGC മാനദണ്ഡവും സർവകലാ സ്റ്റാറ്റ്യൂട്ടും പരിശോധിച്ച് ഗവർണർ ഇറക്കിയ ഉത്തരവിൽ കോടതിക്ക് ഇടപെടാനാവില്ല. സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നിയമന ഉത്തരവിൽ ഒപ്പിട്ടതെന്ന ഗവർണറുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വാദത്തിന് അവസരം നൽകണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി തള്ളിയിരുന്നു. ചാൻസലേഴ്സ് നോട്ട് വിളിച്ചു വരുത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഉപഹർജിയും തള്ളി. സിംഗിൾ ബെഞ്ച് ഉത്തരവിന്മേൽ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകുമെന്ന് ഹർജിക്കാർ അറിയിച്ചു. 2017 VC ചുമതലയേറ്റെടുത്ത ഗോപിനാഥ് രവീന്ദ്രന് കാലാവധി പൂർത്തിയായതിന്റെ തൊട്ടടുത്ത ദിവസമാണ് പുനർനിയമനം നൽകിയത്. ന്യൂസ് 18 കൊച്ചി. VC നിയമനത്തിൽ കത്ത് നൽകിയത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്യുന്നത് ശരിയല്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. ഗവർണർ പ്രായമുള്ളയാളും പരിചയസമ്പന്നനുമാണ്. അദ്ദേഹം പറഞ്ഞതിനെപ്പറ്റി പ്രതികരിക്കാനില്ല. ചാൻസലറും പ്രോ ചാൻസലറും തമ്മിലുള്ള ആശയവിനിമയം മാധ്യമങ്ങളുടെ പരസ്യമാക്കുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ലെന്നും അവർ പറഞ്ഞു. വൈസ് ചാൻസലർ നിയമനത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അപാകതകൾ ഉള്ളതായിട്ട് ഹൈക്കോടതി കണ്ടിട്ടില്ല. ആ നിയമനം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മികവാർന്ന രീതിയിലുള്ള ഗുണമേന്മ വികസനം ഉണ്ടാകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ആ നിലയിലുള്ള നടപടികൾക്കാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് തുടരുന്നതിന് ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധി കൂടുതൽ ആവേശം പകരുന്നുണ്ട്. സർക്കാരും ഗവർണറും തമ്മിലും ചാൻസലറും പ്രോ ചാൻസലറും തമ്മിലുമൊക്കെ നടക്കുന്ന ആശയവിനിമയങ്ങൾ മാധ്യമങ്ങളുടെ മുൻപാകെ പരസ്യമായി ചർച്ച ചെയ്യുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. അത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതിൻ്റെ മാന്യത കാത്തു സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, വിധിയിൽ ആശ്വാസം, തുടർ നടപടി, സ്വാഭാവികമായ പ്രതികരണങ്ങൾ. പക്ഷേ ഇത് ധാർമ്മികതയ്ക്കും മാന്യതയ്ക്കും നിരക്കാത്ത കാര്യമാണ് ഈ കത്ത് പുറത്തുവിട്ടത്. അങ്ങനെ രൂക്ഷമായ പ്രതികരണമല്ലേ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്? തീർച്ചയായും ഗവർണറോട് നേരിട്ട് പ്രതികരിക്കാൻ അത്തരത്തിൽ അദ്ദേഹം തന്റെ പിതാവിന്റെ പ്രായമുണ്ട്, അല്ലെങ്കിൽ തന്നെക്കാൾ മുതിർന്ന പരിചയമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ പറയുന്നില്ല എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ഒരു ചാൻസലറും പ്രോ ചാൻസലറും തമ്മിലുള്ള കത്തിടപാടുകൾ അത് ഡിപ്ലോമാറ്റിക് ആണ്. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് ധാർമ്മികതയ്ക്കും മാന്യതയ്ക്കും നിരക്കാത്തതാണ് എന്നുള്ള രൂക്ഷമായ പരാമർശമാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു നടത്തിയിരിക്കുന്നത്. ഗവർണർ ഇക്കാര്യങ്ങൾ തുറന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതിലുള്ള എതിർപ്പ് എന്തായാലും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൂടാതെ സെർച്ച് കമ്മിറ്റി വിട്ടത് ബോധ്യപ്പെടുത്തേണ്ടതില്ലേ എന്ന ചോദ്യത്തിന് മാധ്യമങ്ങളോടും മന്ത്രി കയർത്തു. അത്തരത്തിൽ ആരെയും ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യമില്ല എന്നും മന്ത്രി പറഞ്ഞു. മാധ്യമ വിചാരണയ്ക്ക് വിധേയയാകാൻ താല്പര്യമില്ല എന്നും മന്ത്രി പ്രതികരിച്ചു. എന്തായാലും VC നിയമനത്തിന് കത്ത് നൽകിയത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്യുന്നത് ഒരു ഡിപ്ലോമാറ്റിക് കാര്യമല്ല. എന്തായാലും കോടതി വിധി അംഗീകരിക്കുന്നു, കോടതി വിധി സ്വാഗതം ചെയ്യുന്നു എന്നും അത് VC നിയമനത്തിന് അംഗീകാരം നൽകിയത് സ്വാഗതം ചെയ്യുന്നതായും നിയമനത്തിൽ പ്രശ്നങ്ങളില്ല എന്ന് ഇതോടെ തെളിഞ്ഞതായും മന്ത്രി പ്രതികരിച്ചു. ശരി. തെറ്റായ നിയമനമാണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല എന്ന് വിധിക്ക് ശേഷം കണ്ണൂർ VC പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ പ്രതികരിച്ചു. കോടതി പറഞ്ഞതിലും കൂടുതലൊന്നും പറയാനില്ല. വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയമാണ്. ചാൻസലർക്ക് രാഷ്ട്രീയവും നിയമവും അറിയാം. പഠിച്ചു തന്നെയാവും അദ്ദേഹം ഇത് ചെയ്തതെന്നും ഗോപിനാഥ് രവീന്ദ്രൻ പറഞ്ഞു. ഇത് സാധാരണ നടക്കുന്നതാണ് പല യൂണിവേഴ്സിറ്റീസിലും, ഇന്ത്യയിൽ അങ്ങനെ. അതുകൊണ്ട് ഇതിൽ പ്രശ്നമൊന്നുമില്ല. ഇവിടെ പിന്നെ അത് രാഷ്ട്രീയ പ്രശ്നമാക്കിയിട്ട് കൊണ്ടുവന്നുകൊണ്ടാണ് ഇങ്ങനെയായത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ പ്രോ ചാൻസലർ ഇപ്പോൾ പറഞ്ഞാൽ ഇയാൾക്ക് കുറച്ചും കൂടി സമയം കൊടുക്കണം ചാൻസലറിനോട് പറയുന്നതിൽ സാധാരണ നടക്കുന്നതാണ്. ഇത് ഗവൺമെൻറ് തന്നെയാണ് ശരിക്കും എഴുതേണ്ടത്. ഇപ്പോൾ എന്നോട് ഒഴിവാകണം പറഞ്ഞാൽ അതൊരു ഓർഡറായിട്ട് ഇഷ്യൂ ചെയ്താൽ മതിയായിരുന്നു. കേസുമായി ഡിവിഷൻ ബെഞ്ചിൽ പോകുമെന്നായിരുന്നു
പോകണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഹർജി തള്ളിയത് പ്രധാനമല്ല, കേസിന്റെ യഥാർത്ഥ കാര്യങ്ങൾ കോടതിയിൽ ചർച്ചയായിട്ടില്ല എന്നും സതീശൻ പറഞ്ഞു. ഹർജി ഹൈക്കോടതിയിൽ കൊടുക്കുന്ന സമയത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു ചാൻസലർക്ക് എഴുതിയ കത്ത് വിവാദമല്ല, കത്ത് പുറത്തു വന്നിട്ടില്ല. അപ്പൊ ഗവർണർ തന്നെ എടുത്തിരിക്കുന്ന നിലപാട്, കോടതിയിൽ എടുത്തിരിക്കുന്ന നിലപാട് ഈ നിയമനം ശരിയാണ് എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കേസിന്റെ യഥാർത്ഥ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം. അപ്പൊ തീർച്ചയായിട്ടും ഡിവിഷൻ ബെഞ്ചിൽ പോകുമെന്നാണ് ഈ പരാതിക്കാർ പറഞ്ഞിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ രാജി ആവശ്യപ്പെട്ട മന്ത്രിയുടെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. VC-ക്കെതിരെ ഇന്നും കണ്ണൂർ സർവകലാശാലയ്ക്ക് മുന്നിൽ പ്രതിഷേധം. VC-യെ മാറ്റണമെന്നാവശ്യപ്പെട്ട യുവമോർച്ച പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. ഗവർണറുമായുള്ള ഭിന്നത മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരിച്ച മുഖ്യമന്ത്രി ഗവർണറുടെ നിലപാടിൽ രാഷ്ട്രീയമുണ്ടെന്നും വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ തുടർ ചർച്ച ഉണ്ടായില്ല. മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിന് സുപ്രീംകോടതിയുടെ താക്കീത്. ഇരു സംസ്ഥാനങ്ങളും യോജിച്ച് തീരുമാനമെടുക്കാവുന്ന വിഷയങ്ങളിൽ സുപ്രീംകോടതിയെ സമീപിക്കരുത് എന്ന് നിർദ്ദേശിച്ചു. രാഷ്ട്രീയം കോടതിക്ക് പുറത്തു മതിയെന്നും കോടതി വിമർശിച്ചു. അണക്കെട്ടിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാനാവില്ല. KP അഭിലാഷാണ് ചെയ്തത്. അഭിലാഷ്, ഇത്തരമൊരു താക്കീത് കോടതി നൽകാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ്? മറ്റു വിശദാംശങ്ങൾ എന്താണ്? പ്രതീക്ഷ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നത് തീരുമാനിക്കാൻ ഇരു സംസ്ഥാനങ്ങളിലെയും അംഗങ്ങളെ ഉൾപ്പെടുന്ന സമിതി രൂപീകരിക്കണമെന്നായിരുന്നു കേരളത്തിനു വേണ്ടി മുതിർന്ന അഭിഭാഷകനായ ജയ്ദീപ് ഗുപ്ത വാദിച്ചത്. എന്നാൽ ഈ ആവശ്യം കോടതി തള്ളിക്കളയുകയായിരുന്നു. വെള്ളം തുറന്നുവിടുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഗണിക്കാൻ മേൽനോട്ട സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് എന്നും ഈ സമിതിയെയാണ് സമീപിക്കേണ്ടത് എന്നുമാണ് കോടതി വ്യക്തമാക്കിയത്. പരാതികൾ ഉന്നയിച്ചാലും മേൽനോട്ട സമിതി നടപടി എടുക്കുന്നില്ല എന്ന കേരളത്തിന്റെ അഭിഭാഷകൻ കോടതിയെ ധരിപ്പിച്ചു. എന്നാൽ കേരളത്തിന്റെ പ്രതിനിധി കൂടി ഉൾപ്പെടുന്നതാണല്ലോ ഈ മേൽനോട്ട സമിതി എന്നുള്ളതായിരുന്നു കോടതിയുടെ മറുചോദ്യം. മേൽനോട്ട സമിതിക്ക് വീഴ്ചയുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ അംഗത്തിന്റെ കൂടെ പരാജയമല്ലേ എന്ന ചോദ്യം കൂടിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം സ്വന്തം പ്രതിനിധിയെയല്ലേ നിങ്ങൾ മേൽനോട്ട സമിതിയുടെ പരാജയത്തിലൂടെ കുറ്റപ്പെടുത്തുന്നത് എന്നും പരാതികൾ ലഭിച്ചാൽ അടിയന്തരമായി അതിൽ തീരുമാനമെടുക്കാൻ മേൽനോട്ട സമിതി ഇനി മുതൽ തയ്യാറാകണമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലായിരുന്നു വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് കേരളത്തിന് അതിരൂക്ഷമായി വിമർശനം നേരിടേണ്ടി വന്നത്. കേരളത്തിന്റെ പ്രതിനിധി കൂടി ഉൾപ്പെടുന്ന മേൽനോട്ട സമിതി കാര്യക്ഷമമായല്ല പ്രവർത്തിക്കുന്നത് എന്ന നിലപാടിനെ തുടർന്നാണ് വലിയ വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ശരി. ഇടുക്കി അണക്കരയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കരടി ഇറങ്ങി. വലിയ പാറ മേലേക്കുന്ന് ബാബുവിന്റെ വീട്ടുമുറ്റത്തെ തേനീച്ച കൂടെ കരടി തകർത്തു. വീട്ടിലെ CCTV ക്യാമറയിൽ കരടിയുടെ ദൃശ്യം പതിഞ്ഞു. രാവിലെ ഇറങ്ങി വന്ന് നോക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത്. CCTV ക്യാമറയിൽ നോക്കുമ്പോഴത്തേന് ഇന്നലെ 12 മണിയായപ്പോഴാണ് വന്ന് തള്ളി മറിച്ചിട്ടിരിക്കുന്നത്. രാത്രി 12 മണിക്കാണ് തള്ളി മറിച്ചിട്ടേച്ച് പോയിരിക്കുന്നത്. എല്ലാം തട്ടിത്തകർത്ത് ഇട്ടേക്കുവാണ്. ഇതിനു മുമ്പ് ഇതിലെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ പെട്ടി തട്ടിയിടുന്നത് ആദ്യമായിട്ടാണ്. പ്രിൻസ് ജെയിംസ് ആണ് ചേരുന്നത്. പ്രിൻസ്, വിശദാംശങ്ങൾ. ഗോപി, കഴിഞ്ഞ കുറച്ചു നാളുകളായി തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള അണക്കരയിലെ വലിയപാറ, 6 മൈൽ പ്രദേശങ്ങളിലെല്ലാം കരടി സാന്നിധ്യം രൂക്ഷമായിരിക്കുകയാണ്. പല പ്രാവശ്യങ്ങളിൽ മേഖലയിൽ കരടി ശല്യം, കരടിയുടെ സാന്നിധ്യം കാണുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീടിന് സമീപത്തേക്ക് എത്തിയ കരടി തേനീച്ച കൂട് തകർത്തിരുന്നു. 2 ആഴ്ച മുൻപും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായി. പകൽ സമയത്ത് കരടിയുടെ സാന്നിധ്യം കൃഷിയിടത്തിൽ കാണുകയുണ്ടായിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ വനംവകുപ്പിൽ വിവരം അറിയിക്കുകയും വനംവകുപ്പ്
പ്രദേശത്ത് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കരടിനെ പിടികൂടുന്നതിനോ ഉൾവനത്തേക്ക് തിരിച്ചു വയ്ക്കുന്നതിനോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. തമിഴ്നാട് വനമേഖലയോട് ചേർന്ന ഒരു പ്രദേശമാണ് ഇവിടം. പതിവായി വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ കരടിയുടെയും കാട്ടുപോത്തിന്റെയും ഒക്കെ സാന്നിധ്യം കാണാറുണ്ടായിരുന്നെങ്കിലും കുറച്ച് നാളുകളായി ഈ ജനവാസ മേഖലകളിലേക്ക് കൃഷിയിടങ്ങളിലേക്കും ഒക്കെ ഇവ കടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് വലിയ ആശങ്കയ്ക്കും ഇടയാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഗോപി, ശരി. 17 ദിവസം കാട്ടിലും നാട്ടിലും മരിച്ചു പെറുക്കിയിട്ടും വയനാട്ടിൽ ഭീതി പരത്തിയ കടുവയെ കണ്ടെത്താനായില്ല. നാട്ടാനകളെ എത്തിച്ച തെരച്ചിൽ തുടരുന്നതിനിടെ പുലർച്ചെയും ജനവാസ മേഖലയിൽ കടുവയുടെ കാൽപ്പാട് കണ്ടു. കടുവയെ കർണാടക വനംവകുപ്പ് കേരള അതിർത്തിയിൽ തുറന്നുവിട്ടതാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അതിനിടെ പയ്യമ്പള്ളി സ്വദേശി ബേബിയുടെ ആട് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ചത്തു. കടുവയല്ല ആക്രമണം നടത്തിയതെന്നാണ് വനംവകുപ്പ് പറയുന്നത്. വനപാലകരുടെ പരിശോധനയ്ക്കായി പിടിതരാതിരുന്ന കടുവയ്ക്കായി കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ തെരച്ചിൽ. 2 കുങ്കിയാനകളാണ് തെരച്ചിലിനുള്ളത്. തെരച്ചിലിന് ഡ്രോണും ഉപയോഗിക്കുന്നുണ്ട്. ഇതിനിടെ ഇന്ന് പുലർച്ചെ കുറുക്കൻമുലയിൽ കടുവയെത്തി. വനംവകുപ്പ് സ്ഥാപിച്ച കൂടിന് സമീപം കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. കടുവ വയനാട്ടിലെ ടൈഗർ ഡാറ്റയിൽ ഇല്ലാത്തതാണെന്നാണ് വിവരം. കെണിയിൽ കുടുങ്ങിയ കടുവയെ കർണാടക വനംവകുപ്പ് അധികൃതർ കേരള അതിർത്തിയിൽ തുറന്നുവിട്ടതാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ കടുവ കർണാടകയിൽ നിന്ന് വന്ന അവർ ഇറക്കി വിട്ട കടുവയായിരിക്കും. അത് ഗ്രാമീണരെ ശല്യപ്പെടുത്തിയ കടുവയായിരിക്കും. അത് ഈ അതിർത്തിയിൽ വിട്ടപ്പോൾ അത് ഭക്ഷണത്തിന് വേണ്ടി വന്യജീവികളെ ആശ്രയിക്കാതെ വളർത്തു മൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് അതുകൊണ്ടാണ്. കടുവയുടെ ചിത്രം വനംവകുപ്പ് പുറത്തുവിട്ടിരുന്നു. കടുവയുടെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവ് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കഴിഞ്ഞ 17 ദിവസത്തിനുള്ളിൽ 15 വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊന്നു തിന്നത്. ന്യൂസ് 18 വയനാട്. ഇടവേള. കുനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗ് അന്തരിച്ചു. ബംഗളൂരുവിലെ സൈനിക ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇതോടെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്ന 14 പേരും മരണത്തിന് കീഴടങ്ങി. വരുൺ സിംഗിന്റെ സേവനം ഒരു കാലത്തും രാജ്യം മറക്കില്ലെന്ന് അനുശോചന സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഒരാഴ്ച നീണ്ട വിദഗ്ധ ചികിത്സയും രാജ്യത്തിന്റെ പ്രാർത്ഥനയും വിഫലമായി. ധീരതയ്ക്കുള്ള ശൗര്യചക്രയടക്കം നൽകി രാജ്യം ആദരിച്ച ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗ് ഇനി ജ്വലിക്കുന്ന ഓർമ്മ. ബംഗളൂരുവിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വരുൺ സിംഗിന്റെ അന്ത്യം ഉച്ചയോടെയാണ് വ്യോമസേന സ്ഥിരീകരിച്ചത്. ഈ മാസം 8-നുണ്ടായ അപകടത്തിൽ 80% പൊള്ളലേറ്റ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇടയ്ക്ക് മെച്ചപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ കൂടുതൽ മോശമാകുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. 39 വയസ്സുള്ള വരുൺ സിംഗ് ഉത്തർപ്രദേശ് സ്വദേശിയാണ്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമടക്കമുള്ള പ്രമുഖർ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചിച്ചു. രാജ്യം അദ്ദേഹത്തിന്റെ സേവനം ഒരിക്കലും മറക്കില്ലെന്നും വരുൺ സിംഗിന്റെ കുടുംബത്തിനൊപ്പം ഓരോ ഇന്ത്യക്കാരനും ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സംയുക്ത സേനാ മേധാവി ജനറൽ വിപിൻ റാവത്ത്, ഭാര്യ മധുലിക എന്നിവരടക്കം 13 പേരാണ് കുനൂർ അപകടത്തിൽ മരിച്ചത്. വരുൺ സിംഗിന്റെ വിയോഗം ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തെയും ബാധിക്കും. ആരോഗ്യവാനായി തിരിച്ചെത്തിയാൽ വരുൺ സിംഗിൽ നിന്നും അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാമെന്നായിരുന്നു VR ചൗധരിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ഗുരുതരമായി പൊള്ളലേറ്റതിനാൽ വരുൺ സിംഗിൽ നിന്നും ഇതുവരെ കാര്യമായി വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട GWO പ്രദീപിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ സഹായം. കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകും. പ്രദീപിന്റെ അച്ഛന്റെ ചികിത്സയ്ക്ക് 3 ലക്ഷം രൂപ സഹായം അനുവദിച്ചു. പ്രദീപിന്റെ ഭാര്യ ശ്രീലക്ഷ്മിക്ക് സർക്കാർ ജോലി നൽകും. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ആറ്റിങ്ങലിൽ പിങ്ക് പോലീസിന്റെ പരസ്യ വിചാരണയ്ക്ക് ഇരയായ പെൺകുട്ടിക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി. പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് എതിരായ അച്ചടക്ക നടപടി എന്തുകൊണ്ടാണ് വൈകുന്നതെന്നും കോടതി ചോദിച്ചു. പോലീസ് പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് നഷ്ടപരിഹാരം നൽകാൻ കഴിയുമോ എന്ന് അറിയിക്കണമെന്ന് കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നമ്പിനാരായണന് നൽകിയതുപോലെയുള്ള നഷ്ടപരിഹാരത്തിന് കുട്ടി അർഹയാണ്. തുക എത്ര വേണമെന്ന് പിന്നീട് തീരുമാനിക്കാമെന്നും കോടതി പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയ ശേഷം കുട്ടി കരഞ്ഞില്ല എന്ന DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ആരെ സംരക്ഷിക്കാനാണ് എന്ന് കോടതി ചോദിച്ചു. സ്ഥലമാറ്റം അച്ചടക്ക നടപടിയല്ലെന്ന് കോടതി ആവർത്തിച്ചു. പോലീസ് ഉദ്യോഗസ്ഥയുടെ മാപ്പപേക്ഷ അംഗീകരിക്കുന്നില്ലെന്ന് പെൺകുട്ടി കോടതിയെ അറിയിച്ചു. പൊതുജനമധ്യത്തിൽ അപമാനിച്ചതിലൂടെ ഉണ്ടായ മാനസികാഘാതം വലുതാണ്. ഇത് മറികടക്കാൻ പോലീസുകാരിക്കെതിരെ അച്ചടക്ക നടപടിയും ഉചിതമായ നഷ്ടപരിഹാരവും അനിവാര്യമാണെന്ന് പെൺകുട്ടി കോടതിയിൽ ആവശ്യപ്പെട്ടു. സംഭവത്തിനു ശേഷം കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ ഓൺലൈനിലൂടെ കോടതിയിൽ ഹാജരായി. കുട്ടി മാനസികമായി കരുത്തയാണെന്ന് ഡോക്ടർ കോടതിയെ അറിയിച്ചു. ഓഗസ്റ്റ് 27-നാണ് തോന്നക്കൽ സ്വദേശിയായ ജയചന്ദ്രന്റെ മകളെയും മൊബൈൽ ഫോൺ മോഷ്ടിച്ചുവെന്ന് ആരോപിച്ച് പിങ്ക് പോലീസ് അപമാനിച്ചത്. പോലീസ് വാഹനത്തിൽ നിന്ന് തന്നെ മൊബൈൽ ഫോൺ പിന്നീട് കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ പെൺകുട്ടിയോടും കോടതിയോടും
ഉദ്യോഗസ്ഥ മാപ്പ് ചോദിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. സമരം ചെയ്യുന്ന മെഡിക്കൽ PG വിദ്യാർത്ഥികളുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തുന്ന ചർച്ച അല്പസമയത്തിനകം തുടങ്ങും. ആവശ്യങ്ങൾ അംഗീകരിച്ചാലേ സമരം പിൻവലിക്കൂ എന്ന നിലപാടിലാണ് സമരക്കാർ. ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, 5:30 ആരംഭിക്കുമല്ലേ ചർച്ച? എന്തൊക്കെയാണ് വിവരങ്ങൾ? 5:30 PG വിദ്യാർത്ഥികളോട് ഇപ്പോൾ മന്ത്രിയുടെ ചേംബറിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ സമരം നടത്തുന്ന PG വിദ്യാർത്ഥികൾ നേരത്തെ ആദ്യഘട്ടത്തിൽ സമരം ആരംഭിച്ചിരുന്ന PG അസോസിയേഷൻ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവരോട് ചർച്ചയിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചർച്ചയിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ, ഉപഡയറക്ടർ, കൂടാതെ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ളവരും പങ്കെടുക്കും. എന്തായാലും മന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ചർച്ച നടക്കുന്നത്. പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. നീറ്റ് അലോട്ട്മെന്റ് വേഗത്തിലാക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുക, കൂടാതെ ജോലി ഭാരം കുറയ്ക്കാൻ കൂടുതൽ ജൂനിയർ ഡോക്ടർമാരെ നിയോഗിക്കുക, അതുകൂടാതെ സ്റ്റൈഫൻഡ് വർദ്ധിപ്പിക്കുക. ഇതിൽ സ്റ്റൈഫൻഡ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ശുപാർശ 2 തവണ ധനവകുപ്പ് തള്ളിയിരുന്നു. അത് ഒരുപക്ഷെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഉണ്ടായേക്കും. എന്തായാലും ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരം പിൻവലിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് PG ഡോക്ടർമാർ. ഇന്ന് 15 ദിവസത്തിലേക്ക് ഇവരുടെ സമരം കടന്നു. കൂടാതെ കാഷ്വാലിറ്റി ബഹിഷ്കരിച്ചുള്ള സമരം 6ാം ദിവസത്തിലേക്കും കടന്നിട്ടുണ്ട്. ശരി. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പദ്ധതി നടപ്പാക്കി ബാലുശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ. +1 ബാച്ചിലെ 260 കുട്ടികളാണ് പുതിയ യൂണിഫോം ധരിച്ചെത്തിയത്. മന്ത്രി ആർ ബിന്ദു പദ്ധതി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. അതേസമയം പദ്ധതിക്കെതിരെ ചിലർ പ്രതിഷേധിക്കുന്നുമുണ്ട്. ആണിനും പെണ്ണിനും ചേർന്നു നടക്കാൻ കാലമൊരുങ്ങേണ്ടേ, തമ്മിൽ ഭേദമില്ല ജീവന സംസ്കൃതി നമ്മൾ ഉയർത്തേണ്ടേ. ലിംഗഭേദമില്ലാതെ വസ്ത്രം ധരിച്ച് ഒരുമയുടെ പാട്ടുപാടി ചരിത്രമാവുകയാണ് ബാലുശ്ശേരി ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ +1 വിദ്യാർത്ഥികൾ. ഇവിടെ ഇനി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ യൂണിഫോമില്ല. സംസ്ഥാനത്ത് തന്നെ ജെൻഡർ ന്യൂട്രൽ വസ്ത്രം യൂണിഫോമാക്കിയ ആദ്യത്തെ ബാച്ച്. പെൺകുട്ടികൾക്ക് പാന്റും ഷർട്ടും യൂണിഫോമാക്കാനുള്ള തീരുമാനം ഒറ്റക്കെട്ടായിരുന്നെന്ന് പ്രിൻസിപ്പളും രക്ഷിതാക്കളും. അധ്യാപകരും PTA-യും ഒക്കെ അതിന്റെ പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്. ഏത് മാറ്റവും പ്രതിഷേധങ്ങളൊക്കെ ഒപ്പമാണ് നീങ്ങിയിട്ടുള്ളത്. പദ്ധതിയുടെ പ്രഖ്യാപനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. പുതിയ യൂണിഫോം എന്തുകൊണ്ടും സൗകര്യമാണെന്ന് വിദ്യാർത്ഥികൾ. ചുരിദാറിനെക്കാട്ടൊക്കെ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ഇതാണ്. കുറച്ച് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഒരുപാട് ഇഷ്ടമായി. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. മാറേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു വൺ ഓഫ് ദി തിങ്സ് ആണിത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നുന്നു. പുതിയ യൂണിഫോം കിട്ടാത്തതിലാണ് സീനിയർ ബാച്ചുകാർക്ക് നിരാശ. ഞങ്ങൾക്ക് സത്യം പറയുന്നത് ധരിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു സങ്കടമാണുള്ളത്. പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ തുടങ്ങിയ മതസംഘടനകളുടെ പ്രതിഷേധം സ്കൂളിലേക്കുള്ള മാർച്ച് വരെ എത്തി. മുസ്ലിം ലീഗ്, ഇരുവിഭാഗം സുന്നി സംഘടനകൾ, മുജാഹിദ് സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവരുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെയോ അല്ലെങ്കിൽ PTA-യുടെയോ ജനറൽ ബോഡി വിളിച്ചുകൊണ്ട് പൂർണ്ണമായ ഒരു അംഗീകാരം നേടിയതിന് ശേഷമല്ല ഈ ഒരു തീരുമാനം എടുത്തത് എന്ന് തന്നെയാണ് പ്രതിഷേധത്തിന്റെ മൂലമായ കാരണം. പാന്റും ഷർട്ടും ആൺകുട്ടികളുടെ വസ്ത്രമാണെന്ന് പറയുന്ന പ്രതിഷേധക്കാർക്കുള്ള മറുപടി ബാലുശ്ശേരി സ്കൂളിലെ കുട്ടികൾ തന്നെ പറയുന്നു. ഞാൻ പൊതുവെ ഇങ്ങനത്തെ ജീൻസ് ഷർട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുന്നതായതുകൊണ്ട് വീട്ടിലും അച്ഛനൊന്നും പ്രശ്നമല്ല. ക്രോപ്പ് ടോപ്സ് ഒക്കെ നമ്മൾ എന്നും യൂസ് ചെയ്യുന്നതാണ്. മുസ്ലിംസ് ആവട്ടെ ഹിന്ദുസ് ആവട്ടെ. മുസ്ലിംസ് ആണ് പൊതുവെ ലെങ്തി ടോപ്സ് ഇടാന്ന്. ബട്ട് ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ട്രെൻഡ് കാരണം എല്ലാവരും കുഞ്ഞി ഷോർട്ട് ടോപ്സും അതേപോലെ ജീൻസും ടൈറ്റിലോ. പിന്നെ യൂണിഫോം മാത്രം അങ്ങനെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗേൾസ് ഇറക്കമുള്ള ടോപ്പേ ഇടാവൂ. ഇട്ട് അത് മാറ്റിക്കഴിഞ്ഞാൽ വേറെ എന്തോ ഒരു അവള് ശരിയല്ല അങ്ങനെയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്കൂളിനെ തുടങ്ങുമ്പം അതൊരു നല്ലൊരു തീരുമാനമാണ്. ഏറ്റവും സൗകര്യപ്രദമായ പുതിയ യൂണിഫോം കിട്ടിയ സന്തോഷത്തിലാണ് ബാലുശ്ശേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥികൾ. പ്രതിഷേധക്കാരോട് ഇവർക്കൊന്നേ പറയാനുള്ളൂ, ഈ സന്തോഷം ഇല്ലാതാക്കരുത്. ഇവരുടെ വസ്ത്രം ഇവരുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ ഇവരിപ്പോൾ സന്തുഷ്ടരുമാണ്. കോഴിക്കോട് ബാലുശ്ശേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ക്യാമറമാൻ ഷാഫിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. കുപ്പിവെള്ളത്തിന്റെ വില 13 രൂപയായി നിജപ്പെടുത്തിയ സർക്കാർ ഉത്തരവിന് സ്റ്റേ. കുപ്പിവെള്ള ഉൽപ്പാദക സംഘടനയുടെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. വിലനിർണ്ണയം നടത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നും ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് വിലനിർണ്ണയം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും കോടതി പറഞ്ഞു. വിലനിർണ്ണയത്തിൽ കോടതി കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തേടി. തിരുവനന്തപുരം ലുലു മാൾ സ്വപ്ന പദ്ധതിയെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫ് അലി. കേരളത്തിൽ വീണ്ടും നിക്ഷേപം നടത്തും. കേരളം നിക്ഷേപ സൗഹൃദമാണെന്നും ഓരോ സ്ഥാപനത്തിനും ഓരോ പ്രത്യേകത ഉണ്ടെന്നും യൂസഫ് അലി തിരുവനന്തപുരത്ത് പറഞ്ഞു. 4 മോട്ടോർ ബൈക്ക് ഇല്ലാത്ത വീടുകളിൽ ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ 4 സൈക്കിളെങ്കിലും ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. അപ്പോൾ കാർ പാർക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com